തൃശൂർ കോർപ്പറേഷനിൽ ഭരണമാറ്റത്തിന് കളമൊരുക്കാൻ ചർച്ചകൾ തുടങ്ങി കോൺഗ്രസ് നേതൃത്വം. കോർപ്പറേഷൻ ഭരിക്കുന്ന LDFിലെ കൌൺസിലറുമായി ചർച്ചകൾ തുടങ്ങിയതായി പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ വെളിപ്പെടുത്തി. ഒരു കൌൺസിലറുടെ ഭൂരിപക്ഷത്തിലാണ് LDF ഭരണം നിലനിർത്തുന്നത്. LDF 25, UDF 24, BJP 6 എന്നാണ് കക്ഷിനില. കോൺഗ്രസ് വിമതരായി വിജയിച്ച MK വർഗീസാണ് മേയർ. ചില കൗൺസിലർമാർ വരുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ. തൃശൂർ കോർപ്പറേഷനിൽ LDFിൽ ചില സ്വതന്ത്ര കൗൺസിലർമാർ UDFിൽ ഉടൻ എത്തുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. കെ മുരളീധരന്റെ വരവിന് ശേഷം ചില കൗൺസിലർമാർ കോൺഗ്രസിൽ വരാൻ താൽപര്യം പ്രകടിപ്പിച്ചുവെന്നും രാജൻ പറഞ്ഞു. ഇപ്പോൾ കെ മുരളീധരൻ തൃശൂർ പാർലമെന്റ് സ്ഥാനാർത്ഥിയാവുകയും ഒരു പുതിയൊരു ഉണർവ് തൃശൂർ പാർലമെന്റിൽ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിൽ ചിലരുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. എന്തായാലും LDF ഭരണസമിതിയുടെ കാലാവധി എണ്ണപ്പെട്ടിരിക്കുന്നു. CPIയിലെ ചില കൗൺസിലർമാരും താൽപര്യം പ്രകടിപ്പിച്ചതായി കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. LDFിലെ സ്വതന്ത്രരായ 3 കൗൺസിലർമാരുമായി കോൺഗ്രസ് ചർച്ച നടത്തിക്കഴിഞ്ഞു. കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ UDF നീക്കങ്ങൾ ശക്തമാണ്. കെ മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയായി എത്തിയതോടെയാണ് ചർച്ചകൾക്ക് ചൂടുപിടിച്ചത്. തൃശൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നീക്കം. റിപ്പോർട്ടർ ജെയ്സൺ ഇൻ റിപ്പോർട്ടർ, തൃശൂർ.